ലാലേട്ടൻ്റെ ലാലേട്ടൻ വന്നോടെ ആ സിനിമയുടെ ലെവൽ വേറെ ഇല്ല, കുഴപ്പമില്ല, നല്ല പടം. എങ്ങനെയുണ്ട് വിസ്മയുടെ തുടക്കം? കുഴപ്പമില്ല, നല്ലതായിട്ട്. ഒരു രണ്ട് വാക്ക് പറയോ, എങ്ങനെയുണ്ടായിരുന്നു നല്ല പടം, നല്ല പടം. വിസ്മയുടെ തുടക്കം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. രണ്ട് വാക്ക് പറയോ? നല്ല മൂവിയാണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ഫൈറ്റൊക്കെ? എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്. എങ്ങനെയുണ്ട് വിസ്മയുടെ തുടക്കം? നല്ലതാണ്, നല്ലൊരു ആക്ഷൻ മൂവിയാണ്. അല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ കിട്ടിയോ? കിട്ടി. അതുപോലെ ആന്റണി ചേട്ടന്റെ പ്രകടനം, ആന്റണി ചേട്ടന്റെ മകന്റെ നല്ലതാണ്. അത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാ ബ്രോ, സൂപ്പർ. വിസ്മയ മോഹൻലാൽ തകർത്തിട്ടുണ്ട്. ആക്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടമായിരുന്നു. വില്ലൻ നല്ലതാ, മോഹൻലാലിന്റെ മോളും നല്ലതാ. എങ്ങനെയുണ്ട് വിസ്മയുടെ കിൻഡിൽ ഇടിയൊക്കെ കിട്ടിയോ? അടിപൊളി അടിപൊളി ഇടിയായിരുന്നു. പച്ചപ്പിള്ളർ വിസ്മയ വിസ്മയമൊക്കെ നല്ല. അതുപോലെ ആന്റണി ചേട്ടന്റെ മകൻ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട് വിസ്മയുടെ ഇടിയൊക്കെ? സൂപ്പർ. നല്ല പടം, നല്ല പടം, സൂപ്പറാണ്. ഇതൊരു തുടക്കമാണോ? തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമാണ്, നല്ലൊരു പടമാണ്. പിന്നെന്താ പറയുക, ഒരു പെൺകുട്ടികൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം. സൂപ്പറാണ്, നല്ല പടമാണ്. ഒരു മെസ്സേജ് ഒക്കെ നൽകുന്നു. മെസ്സേജ് ഉണ്ട്, നല്ല പടമാണ്. ആണോ? എങ്ങനെയുണ്ട്? ഇടിയൊക്കെയാണോ ഇഷ്ടപ്പെട്ടത്? നല്ല അടിപൊളി, സൂപ്പറായിരുന്നു. അതുപോലെ നല്ല സമൂഹത്തിന് നല്ല മെസ്സേജ് വരെ കൊടുക്കുന്നു. പെൺകുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി. പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു വേറെ നീട്ടില്ല, ആ ഒരു മൊമെന്റൊക്കെ ഉണ്ട്. നമുക്കൊരു എന്താ പറയുക, ഭയങ്കര കോരിത്തരിക്കുന്ന ഒരു ഇതൊക്കെ തോന്നി. അതുപോലെ ആന്റണി ചേട്ടന്റെ മോഹന്റെ പ്രകടനം ആരുടെ? ആന്റണി പെരുമാറിന്റെ മകൻ ചെയ്തിരിക്കുന്ന റോൾ അതാരാ? നെഗറ്റീവ് കഥാപാത്രം ആണോ? അതെനിക്കറിയില്ലായിരുന്നില്ല. അത് അടിപൊളിയാണ്, ഒരു കിറുക്കൻ ഫീലാണ്. അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വന്ന ഒരു ഇത് കിട്ടിയോ? എക്സ്പെക്ട് ചെയ്തത് ഓക്കെ, കുഴപ്പമില്ല, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഫൈറ്റ് സീനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫൈറ്റ് സീനൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിസ്മയ്ക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കാരണം അത് ഇതിനകത്ത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ശരി, നല്ല സിനിമയാട്ടോ, നല്ല സിനിമ. എങ്ങനെയുണ്ട്? ആശീഷിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം ചെയ്യാന്ന് പറയില്ല, നല്ല രസം. അതുപോലെ വിസ്മയ മോഹൻലാൽ ഈ ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫൈറ്റ് അടിപൊളിയാ. ശരിക്കും ഫാമിലി ഓഡിയൻസിന് പറ്റിയ പാക്കേജ് എന്ന് പറയാൻ പറ്റും. അതെ, നല്ല എങ്ങനെയുണ്ടായിരുന്നു മാഡം? കണ്ടിരിക്കാം, കുഴപ്പമില്ല, നല്ല അഭിനയമാണ് മോഹൻലാലിന്റെ മോളുടെ. ആ ഒരു ഇടിയൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു? കുഴപ്പമില്ല. അവിടെ ലാലേട്ടന്റെ ഇൻട്രോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ വളരെ മനോഹരമായിരുന്നു. ആന്റണി ചേട്ടന്റെ പോലെ ആ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? അതും നല്ല അഭിനയമായിരുന്നു, നല്ല അഭിനയം. ഫൈറ്റ് ഒക്കെയാണോ ഇഷ്ടമായത്? വിസ്മയുടെ അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ വില്ലനായിട്ട് ചെയ്ത ആന്റണി ചേട്ടൻ്റെ മോനെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു തുടക്ക സിനിമ എന്നുള്ള രീതിക്ക് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ നല്ലൊരു തുടക്കമാണ്. പറയോ? പറയാൻ വാക്കുകളില്ല. പൊളി പടം. ലാലേട്ടൻ സൂപ്പറായിരുന്നു. ലാലേട്ടനായിരുന്നു അതിന്റെ ഹിറ്റ് ശരിക്കും. അതുപോലെ വിസ്മയുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഫൈറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. ഫൈറ്റ് ഭയങ്കര നല്ല കൊറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ആണോ? എങ്ങനെയുണ്ട് വിസ്മയുടെ തുടക്കം? അതുപോലെ ആന്റണി പെരുമാറിന്റെ മകന്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? ആണല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? നല്ല ആക്ടിംഗ് ആണ്. ആണോ? എല്ലാം കൊണ്ട് അടിപൊളിയാണ്. വിസ്മയെന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചൊക്കെ ആണല്ലേ? പടം അവരോട് ഫാമിലിക്കും അല്ലാതെ എല്ലാ സെറ്റപ്പാണ്. ആണല്ലേ? മോഹൻലാലിൻ്റെ മോള് തകർത്തു, ലാലേട്ടൻ്റെ മോളെ തെളിയിച്ചു. മാർഷൽ ആർട്സിലായാലും എക്സ്പ്രഷനിലായാലും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. പടം മുഖർനാണ്, നല്ല റെസ്പോൺസാണ്, സൂപ്പർ ഹിറ്റായി പോവുകയാണ്. പിന്നെ ആൻറ്റി ഒരുപാട് മകൻ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. സാധാരണ ഒരു പടം രണ്ടാമത് കാണാൻ തോന്നാറില്ല, പക്ഷേ ഇത് കാണാൻ തോന്നുന്നു. ലാലേട്ടൻ്റെ ലാലേട്ടൻ വന്നോടെ ആ സിനിമയുടെ ലെവൽ വേറെ ഇതിലേക്ക് മാറി. ഒരു രക്ഷയില്ല. കേരളത്തിലെ സ്ത്രീകൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട സിനിമ. കാരണം ഇന്ത്യയിൽ ഒരുപാട് സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു വലിയ സോഷ്യൽ മെസ്സേജാണ്. അതും നമ്മുടെ ലാലേട്ടൻ്റെ മോളുടെ ഫസ്റ്റ് മൂവി. അതൊരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് നൽകുന്ന സിനിമയുടെ. കാരണം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ, ബോഡി ഷേമിംഗ് ഒക്കെ ലാലേട്ടൻ്റെ മകളെ കുറിച്ച് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ആ കമൻറ്റ് ചെയ്തവരൊക്കെ ഒന്ന് പടം കണ്ടോക്കിട്ടാ. ലാലേട്ടൻ്റെ മകൾക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ലയോ എന്നുള്ളത് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും. റേഞ്ച് ആക്ടിങ്, പട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രില്ലർ, സീറ്റ് എഡ്ജ് സാധനം, ഹെവി, ഒരു രക്ഷയില്ലാത്ത പടം എന്ന് പറയാം. ഞാനൊക്കെ ഈ അടുത്ത് ബ്ലാസ്റ്റ് മൂവി ഇല്ലാത്ത റേഞ്ചിലുണ്ട് പടം. ഒരു രക്ഷയില്ല. കാരണം ആന്റണി പെരുമാറിന്റെ മകനുണ്ട്. എൻ്റെ പൊന്നു, എന്തുട്ട് അവൻ്റെ അഭിനയം. ഞാൻ ഒരു ഷോർട്ട് ഫിലിമിൽ പോലും അഭിനയിക്കാത്ത ആന്റണി പെരുമാറിന്റെ മകൻ പോലും ഇമാതിരി റേഞ്ച് ആക്ടിങ് ചെയ്യണുണ്ടല്ലോ. ഒരു കാര്യം ഉറപ്പായി,
ലാലേട്ടൻ്റെ ഫാമിലിയിൽ നിന്നും ആൻ്റണി ചേട്ടൻ്റെ ഫാമിലിയിൽ നിന്നും ഇനി മലയാള സിനിമയിൽ അഭിനയിക്കാൻ ആൾക്കാരുണ്ട്. തലമുറകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകും. വിസ്മയ രക്ഷയില്ല കേട്ടോ. കാരണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ ലേഡീസൊക്കെ മാർഷൽ ആർട്സിന് ജോയിൻ ചെയ്യും. അമ്മാതിരി മെസ്സേജാണ്. പടത്തിൽ ലാലേട്ടൻ വരുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ വരുന്നുണ്ട്, തകർത്തിൻ്റെ പടം. ഒരു ഗംഭീര ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം.